മാളത്തിൽ ഒളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും അന്വേഷണ സംഘത്തിന്റെ കാണാമറയത്ത്. കേരളം വിട്ട് അരിച്ചുപെറുക്കിയിട്ടും രാഹുലിനെ കണ്ടെത്താനാകാതെ SIT. ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനും ഇന്ന് നിർണായകം. രാഹുലിനെതിരെ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം പ്രതിധ്വനിക്കുമോ എന്ന ആശങ്ക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. കേസിൽ ഇനി എത്ര പ്രതികളുണ്ട് എന്ന് ഇന്നറിയാം. ഇതുവരെ അറസ്റ്റിലായത് A. പത്മകുമാർ, N. വാസു ഉൾപ്പെടെ 6 പേർ. N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി ഇന്ന്. തിരുവനന്തപുരത്ത് ഇന്ന് നാവികസേന ദിനാഘോഷം. ഔദ്യോഗിക ചടങ്ങുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. കരുത്തുകാട്ടാൻ INS വിക്രാന്തും MiG വിമാനങ്ങളും തയ്യാർ. നഗരത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഷോക്കേറ്റും കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിയും മരിച്ചത് 4 പേർ. 154 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജം. 4 ജില്ലകളിലായി നശിച്ചത് 85,500 ഹെക്ടർ കൃഷിഭൂമി. 1 ഹെക്ടറിന് 20,000 രൂപ വെച്ച് സർക്കാർ ധനസഹായം. ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ ഇടപാടുകൾ പ്രധാന ചർച്ചാ വിഷയമാകും. യുക്രൈൻ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട അമേരിക്ക റഷ്യ ചർച്ച തീരുമാനമായില്ല. കൂടുതൽ ചർച്ച അനിവാര്യമെന്ന് റഷ്യ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പുടിൻ. ചർച്ച നീണ്ടത് 5 മണിക്കൂർ. സ്പാനിഷ് ലീഗിൽ ജൈത്രയാത്ര തുടർന്ന് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചത് 1-3 ഗോളുകൾക്ക്. ഫുൾഹാമിനെ കീഴടക്കി കിരീടപ്പോരിൽ ആഴ്സണലിന് തൊട്ടടുത്തെത്തി മാഞ്ചസ്റ്റർ സിറ്റി. ന്യൂകാസിൽ ടോട്ടൻഹാം പോരാട്ടം സമനിലയിൽ.